വാട്സ്ആപ്പ് ഗായ്സ് പീപ്പിൾ ഇറ്റ്സ് മീ ലാഷ് വ്ലോഗി മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. ഇപ്പം ഞാൻ കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ തപ്പിയിരുന്നപ്പോഴത്തേന് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഞാനൊരു ഗെയിം കണ്ടത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, എന്നാലും ഞാനെടുത്ത പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഗായ്സ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പം ഞാനിങ്ങനെ കണ്ടൊന്നും ഇല്ലാതെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേനാണ് ഒരു ഗെയിം കണ്ടത്. അപ്പം ഞാൻ പബ്ജി കളിക്കാറുണ്ട്. അപ്പം എന്തുകൊണ്ട് ഈ ഒരു ഗെയിമും കളിച്ചുകൂടാ എന്ന്, അത് ജസ്റ്റ് ഗ്രാഫിക്സും കാര്യം അല്ല, എൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേന് കളിക്കാം എന്ന് വിചാരിച്ച് കളിച്ച്. വെറും 340 MB ഉള്ളൂ. അപ്പം ഗെയിം കളിച്ചു. അപ്പം എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പം ഗെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ പബ്ജി സിമിലറാണ്. പബ്ജി ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നവർക്ക് സിമിലറാണ്, കളിക്കാൻ എളുപ്പമുള്ളൊരു ഗെയിമാണ്. പിന്നെ ബാക്കി ഞാൻ ഗെയിം കളിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഇപ്പം അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് MB 10 MB ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ചാനലൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഗെയിം ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ അതിനകത്ത് കുറേ ഇതൊക്കെ ഇങ്ങനെ കാണിക്കും. അത് നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് വഴി കണക്ട് ചെയ്യണം. പബ്ജി ഫ്രീ ഫയർ സെയിം തന്നെ. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ക്യാരക്ടർ ക്രിയേഷനാണ് ഫസ്റ്റ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്യാരക്ടർ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ മേളിൽ മോഡാന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പം ഗെയിം ഇപ്പം സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം അവിടെ എന്തൊക്കെ എഴുതി കാണിക്കണം, മേലെ ടൈം ഓടുന്നുണ്ട്. ഐ തിങ്ക് മാച്ച് മേക്കിംഗ് ഞാൻ തോന്നുന്നു. അപ്പം ഇത് നമ്മുടെ പബ്ജി വിന്നർ ചിക്കൻ ഡിന്നർ ഓക്കെ, അത് പോലെയാന്ന് കരുതി ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മുടെ ആ സെയിം ഒരു ഇത് ഫസ്റ്റ് ഒരു എത്ര മിനിറ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്, 63 സെക്കൻഡ്, സോറി മിനിറ്റ് അല്ല, 63 സെക്കൻഡാണ് നമുക്ക് ഈ ഒരു ഏരിയ കിടന്നിങ്ങനെ ചുറ്റിക്കറങ്ങാനുള്ള ടൈം. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പബ്ജിയിലൊക്കെ കാണുന്നതല്ല, പബ്ജി ഫ്രീ ഫയറിൽ കാണുന്ന അതേ സെയിം ഇത് തന്നെ വരും. ഫ്ലൈറ്റാണ്. ഓക്കെ, ഫ്ലൈറ്റ് മേളിൽ നമ്മുടെ മാപ്പ് കാണാം. ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് നമുക്ക് നമ്മുടെ മാപ്പും കാണാം. അപ്പം ഞാൻ ഗെയിം കളിച്ച് തുടങ്ങി സാധാരണ പബ്ജി കളിക്കുന്ന പോലെ തന്നെ, ജസ്റ്റ് ഇപ്പം ഫസ്റ്റായിട്ട് കളിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ താഴോട്ടിറങ്ങി. കാരണം അവിടുത്തെ നമുക്ക് ആ ഒരു മാപ്പ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് അറിയത്തില്ല. അപ്പം ഫ്രീ ഫയർ ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കളിച്ചു തുടങ്ങിയത് ഫ്രീ ഫയർ ആയിരുന്നു. അത് കഴിഞ്ഞ് പബ്ജി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പബ്ജിയിലോട്ട് കയറിയത്. ഫോൺ അങ്ങനത്തെ ആളുകൾ എപ്പോഴാണ് ഞാൻ പബ്ജി കയറിയത്. അപ്പം അതെൻ്റെ ഈ ഗെയിമിൽ ഞാൻ ഇപ്പം താഴോട്ട് ഇറങ്ങുമായിരുന്നു. പാരച്യൂട്ട് നമ്മുടെ സെയിം അതേപോലെ തന്നെ പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്നു. വീട്ടിൻ്റെ മണ്ടയിലോട്ട് ലാൻഡ്. അയ്യോ, തട്ടി നിന്നു വയസ്സ് അവിടെ. പബ്ജിയിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അവിടെ നമുക്ക് ഈ ജനൽ വഴി ചാടി കയറാം എന്നുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നടക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. ചിലപ്പം ഓരോ ഗെയിമിനും ഓരോ ഇതല്ലേ. അപ്പം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ലൂട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ വെടി നമുക്ക് ഒരു ഷൂട്ട് കൊള്ളുമ്പോഴത്തേനും അത് നമ്മളെ ആരെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണുന്നുണ്ട് ഒരു പച്ച ഫുള്ള് കത്തും ഇങ്ങനെ. മറ്റേതൊക്കെ ചുമന്ന ചോരയാണ്, ഇതിൽ പച്ച ചോരയാണ്. അപ്പം ഞാൻ എനിമിയെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ എനിമിയെ തപ്പി നടക്കുമായിരുന്നു. എനിമിയെ തപ്പി ഐ സ്പോട്ടഡ് ദാറ്റ് എനിമി. ആ റെഡ് വീടിൻ്റെ പുറകിലുണ്ട്. അപ്പം ഞാൻ റൗണ്ട് ചെയ്തടിക്കാന്ന് വെച്ച് ദേ പോയി വന്നു. അപ്പം നിൽക്കുന്നു. അപ്പം ഞാൻ എൻ്റെ പിസ്റ്റൽ അങ്ങനെയാണ് തോക്കുന്നില്ല, ചെറിയ പൊട്ടാസ് തോക്ക്. ഇപ്പം പബ്ജിയിൽ പോലെ തന്നെ, പബ്ജി ഫ്രീ ഫയർ പോലെ തന്നെയാണ് സംഭവം. പിന്നെ അതിനകത്ത് ഇപ്പം മറ്റേതിലൊക്കെ പെട്ടിയാണ് വരുന്നത്, ഷോപ്പെട്ടി. ഇതിനകത്ത് കണ്ടൊരു ചെടി കളിച്ചു വന്നു അവിടെ. അതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ എനിമിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഹെഡ് ഷോട്ട് ചെയ്ത് ചടപടേ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഫുള്ള് ബോട്ടുള്ള, ഞാൻ സഹിതം ബോട്ടാണ് തോന്നുന്നു. പിന്നെ അത്യാവശ്യം പബ്ജിയൊക്കെ അത്യാവശ്യം കളിക്കുന്നവർക്ക് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് പ്ലെയർ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഡ്രോപ്പ് കണ്ടോ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചു, ആ കിടക്കുന്ന ഡ്രോപ്പാണ്. ഇതിനകത്ത് ഒരുമാതിരി കുഴൽ പൈപ്പ് പോലെയൊക്കെയാണ് ഡ്രോപ്പ് നിൽക്കുന്നത്. ചറവറ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരെണ്ണം വേണ്ടിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം വേണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോകാൻ നേരത്തെ എനിക്ക് പിന്നെ അടി വന്ന്. അങ്ങനെ ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കി.
സ്കോപ്പും വളരെ വ്യത്യസ്തമാണ്. പക്ഷേ മറ്റേതൊക്കെ സ്കോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പബ്ജിയിൽ സ്കോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നടക്കാൻ സ്കോപ്പ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഓടുന്ന വഴി സ്കോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കും. പിന്നെ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫൈനൽ, അതായത് പബ്ജിയിൽ ചിക്കൻ വിന്നർ അതാണ്, ചിക്കൻ ഡിന്നർ ഫ്രീ ഫയറിൽ ബൂയയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് എന്നറിയാൻ വേണ്ടി ഞാൻ ലാസ്റ്റൊക്കെ 3 പേരും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാനും 2 എനിമി. അപ്പോൾ ആ 2 എനിമിയെ ഞാൻ അടിച്ച് ഇട്ടു എങ്ങനെയൊക്കെയോ. അപ്പോൾ ഞാൻ അവരെ അടിച്ചിട്ട് അതെ. അപ്പോൾ ഒരാളോടെ ഉള്ളു, മേളിൽ ടോപ്പ് 2 ഇപ്പം 2 അയാളെയും കൂടെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു. പക്ഷേ ഇതിനകത്ത് ഞാൻ കണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ 2 പേര് അടിച്ചുകൊണ്ട് ഇപ്പോൾ ടോപ്പ് 1 ആണ്, ലെഫ്റ്റിൽ കാണാം ടോപ്പ് ഞാനാണ് ഇപ്പോൾ ജയിച്ചത്. പക്ഷേ ഇതിനകത്ത് കാണുന്നത് ടു ബി ഹോണസ്റ്റ് യു ആർ ലൂസേഴ്സ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും കത്തുന്നില്ല. MVP 5 ഡിഫീറ്റ് അതൊക്കെ മനസ്സിലായി. പിന്നെ എന്താണെന്ന് മനസ്സിലായി. ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇപ്പോൾ കളിക്കാൻ താല്പര്യമായുള്ളവർക്ക് ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ട്രയൽ നോക്കാം. നമുക്ക് എല്ലാ സാമ്പിൾ നോക്കാമല്ലോ, എന്നിട്ട് അത് നമ്മൾ കളിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പം എനിക്കങ്ങോട്ടൊരു ദഹിപ്പ് വന്നില്ല, പക്ഷേ കൊള്ളാം. സംഭവം കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളാം, കൊള്ളത്തില്ല എന്ന് ചോദിച്ചാൽ കൊള്ളത്തില്ല. അതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇതായിരുന്നു സംഭവം. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുക. അതായത് പബ്ജി മൊബൈൽ ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഫ്രീ ഫയർ ഉണ്ട്, അല്ലെങ്കിൽ പബ്ജി ലൈറ്റ് ഉണ്ട്. ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെറുതെ സമയം കളയരുത്. കാരണം സമയം കളയുന്നതല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. എനിക്ക് ദഹിച്ചില്ല. കാരണം നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഫുള്ള് ഒരുമാതിരി ഒരു എന്താ പറയുക, കളിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങളും ഇതേപോലുള്ള ഏതെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ. അപ്പം ഇത് കാണുന്നതിലേക്കും ടാറ്റാ.